ഹായ് മക്കളെ, ജെഇ മെയിൻസ് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്താണെന്നറിയോ? സാറേ 96% കിട്ടാണ് NIT കാലിക്കറ്റ് കിട്ടോ, സാറേ 90% ഉണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു NIT കിട്ടുമോ എന്നൊക്കെയുള്ളതാണ്. ആൻഡ് ഇത് ഇത്തവണ ജെഇ മെയിൻസ് എഴുതിയിട്ട് കുഴപ്പമില്ലാത്ത റാങ്ക് വാങ്ങിയ എല്ലാ കുട്ടികളുടെയും പ്രശ്നമാണ്. അപ്പോൾ ഇവരോടൊക്കെ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജോസേട്ടനിൽ പോയി നോക്കുക. എന്താ ജോസേട്ടൻ എന്നാൽ ജോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ സെറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. ആൻഡ് അതിലെന്തുണ്ട്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് ബേസ് ചെയ്തിട്ട് നമുക്കിത് മൊത്തം ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കുട്ടികളും പറയുന്ന കാര്യം സാർ ജോസ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ആൻഡ് ഇത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലല്ല NIT കാലിക്കറ്റിൻ്റെ പുറത്തുള്ള ഒരുപാട് NITകളിൽ നല്ല ബ്രാഞ്ച് കിട്ടേണ്ട കുറേ കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, GC തൃശ്ശൂരും TKM-ലൊക്കെ പഠിക്കുന്നുണ്ട്, അത് അറിയാത്തതുകൊണ്ട്. ഓക്കെ, സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ, അതായത് ജോസയുടെ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ റാങ്കും അതേപോലെ തന്നെ കാറ്റഗറി റാങ്കും നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സിസ്റ്റം പറഞ്ഞു തരാണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയർ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടൂല, ഇലക്ട്രോണിക്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് NIT മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുള്ള 31 NITകളും അതേപോലെ തന്നെ IIITകളിലും ഇന്ന് ഇതൊക്കെ ലാസ്റ്റ് വർഷത്തെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഹൈ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കയറിപ്പോകും. ചിലപ്പോൾ എന്തായിരിക്കും, ലാസ്റ്റ് ഇയർ ക്ലോസിങ് 11,290 ആയിരിക്കും, നിങ്ങളത് 11,400 ആയിരിക്കും. അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, എങ്ങനെ ഉണ്ടാവും? അതാണ് ഞങ്ങളിപ്പം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളായിട്ട് ആയിരിക്കും ആദ്യമായിട്ട് ഈ റാങ്ക് നോക്കാൻ പോകുന്നത്. അത് ബേസിക്കലി ജെഇ മെയിൻസ് എഴുതി നല്ല റിസൾട്ട് വന്ന കുട്ടികൾക്ക് ഏതൊക്കെ കോളേജ് കിട്ടും എന്നുള്ളത് ഒരു 90% അക്യുറസി. എന്താ 100% ഇല്ലാതെ? ഇത് ലാസ്റ്റ് ഇയർ റാങ്ക് വെച്ചാൽ ചിലപ്പോൾ ഈ വർഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എന്നാലും എന്താണ്, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ലിങ്ക് ഞാനിവിടെ തരാം, ഇപ്പം തന്നെ നിങ്ങൾക്ക് പോയി നോക്കാം. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് ഫസ്റ്റ് നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ പേര് ചോദിക്കും, നിങ്ങളുടെ ജനറൽ റാങ്ക് നോക്കും, അതേപോലെ തന്നെ കാറ്റഗറി റാങ്ക് നോക്കും. കാറ്റഗറി റാങ്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രത്യേകം കാറ്റഗറി റാങ്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി OBC ആണോ SC ആണോ ഇത് കൊടുക്കുക. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫിസിക്കലി ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾ ടിക്ക് മാർക്ക് എടുക്കണം. അതിനനുസരിച്ചാണ് നിങ്ങൾ ഈ ഒരൊറ്റ ടിക്ക് മാർക്ക് കൊണ്ട് എന്തായിരിക്കും, നിങ്ങൾക്ക് NITയിൽ ഒറ്റ ബ്രാഞ്ചും ഇല്ലാത്തത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചും കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം NITകളിലെ 50% സീറ്റ് അതത് NITകളിലെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിലാണെങ്കിൽ കേരള എന്നുള്ളത് ഹോം സ്റ്റേറ്റ് എടുക്കൽ വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ ജെൻഡറും, നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, സൂപ്പർ ന്യൂമററി ഫീമെയിൽ റിസർവേഷൻ്റെ കേസ് എന്തുണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്, അത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇയർ ഓഫ് പാസിങ്ങും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫേസിൽ നിങ്ങളെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം വിചാരിക്കും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ കോളേജ് ലിസ്റ്റ് കിട്ടും. അത് എത്രത്തോളം അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഈ വരുന്ന കോളേജ് ലിസ്റ്റ് ഉണ്ടല്ലോ, താഴോളം ഉണ്ട് കേട്ടോ. ആ ലിസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ നിങ്ങളുടെ ഹോം സ്റ്റേറ്റ്, അതായത് NIT കാലിക്കറ്റിൽ ഏതൊക്കെ ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടും, ആ ബ്രാഞ്ചിൽ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും ഡിമാൻഡുള്ള, ഫസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടേണ്ട ഏറ്റവും മുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്, സെക്കൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും, ബയോടെക്നോളജി ഒക്കെ ചിലപ്പോൾ താഴോട്ടേക്ക്. അതൊന്നാമത്തെ കേസ്. അങ്ങനെ ഇനിയിപ്പം NIT കാലിക്കറ്റിൻ്റെ പുറത്താണെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള കോളേജിലെ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് അത് ഏതാണോ പ്രയോറിറ്റി നിങ്ങൾക്ക്, അതാണ് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഫിൽറ്ററുകളുണ്ട്. ഒന്നാമത്തെ ഫിൽറ്റർ ബ്രാഞ്ചാണ്. അതായത് ചില കുട്ടികൾക്ക് ഉണ്ടാവും, എനിക്ക് എന്ത് ചെയ്താൽ NIT കാലിക്കറ്റ് ഒന്നും വേണമെന്നില്ല, അല്ല NIT കാലിക്കറ്റ് കമ്പ്യൂട്ടർ സയൻസ് കിട്ടൂല, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ബ്രാഞ്ച് കിട്ടുന്ന കോളേജുകൾ മാത്രം കാണും. അതേപോലെ തന്നെ ഇപ്പം അതർ സ്റ്റേറ്റ്സ്, ഒരുപാട് സ്റ്റേറ്റിൽ ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും ഒക്കെ എന്തുണ്ട് NITകളുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തൊക്കെ സൗത്ത് ഇന്ത്യയിലെ NITകൾ ഏതെങ്കിലും കിട്ടുന്നതാണെങ്കിൽ ആ സ്റ്റേറ്റ് മാത്രം ചൂസ് ചെയ്താൽ അവിടെ ഉള്ളത് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ജെഇ മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജ് പ്രഡിക്ടർ ആപ്പാണിത്. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുക. മാത്രമല്ല നിങ്ങളുടെ കൂടെ ജെഇ എഴുതിയ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയറും ചെയ്യാം. ഓക്കെ, ലിങ്ക് കമൻറ്റിലുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.